warahmatullahi wabarakatuh. Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. ഇൻഷാല്ലാ നമ്മൾ കുറച്ച് സമയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നാവിൻ്റെ അപകടങ്ങൾ എന്ന വിഷയമാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയ നിഅമത്താണ് നാവ്. അല്ലാഹു തആല ഒരുപാട് പലർക്കും നൽകാത്ത ഒരു നിഅമത്താണ്. സംസാരശേഷിയില്ലാത്ത പലരും നമ്മൾക്കിടയിലുണ്ട്. അതിനിടയിൽ അല്ലാഹു തആല നമ്മൾക്ക് സംസാരിക്കാനുള്ള ചുണ്ടും നാവൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അത് വലിയ നിഅമത്താണ് എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ്. ഇവിടെ നാവിൻ്റെ അപകടങ്ങൾ എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. വഫിൽ ലിസാനി ആഫതാനി അദീമതാൻ, രണ്ട് അപകടങ്ങളാണ് നാവിനുള്ളത്. രണ്ട് അപകടങ്ങൾ. ഒന്നാമത്തെ ഒന്ന് ആഫത്തുൽ കലാമി ബിൽ ബാത്തിൽ, തെറ്റായ ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് നാവിൻ്റെ ഒരു അപകടമാണ്. മറ്റൊരപകടം ആഫത്തു സുകൂതി അനിൽ ഹഖ്, പറയേണ്ടടത്ത് സംസാരിക്കാതിരിക്കുക, ഹഖ് പറയേണ്ടടത്ത് സംസാരിക്കാതിരിക്കുക എന്നുള്ളതും നാവിൻ്റെ അപകടമാണ്. അപ്പോൾ ഈ രണ്ട് തലത്തിലാണ് നാവിൻ്റെ അപകടങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഫസ്സാക്കിതു അനിൽ ഹഖ് ശൈത്താനുൻ അഖ്റസ് എന്ന് പറയും. പറയേണ്ടടത്ത്, സത്യം പറയേണ്ടടത്ത് മിണ്ടാതിരിക്കുക, അങ്ങനെ മിണ്ടാതിരിക്കുന്നവൻ മൗനിയായ, സംസാരിക്കാൻ സാധിക്കാത്ത പിശാചാണെന്ന് പറയും. അപ്പോൾ സത്യം പറയേണ്ടടത്ത് മിണ്ടാതിരിക്കുക എന്നുള്ളത് എന്താണ്? നാവിനെ കൊണ്ടുണ്ടാകുന്നൊരു വിപത്താണ്. അവിടെ പറയണം, അവിടെ പറയാതിരിക്കുക എന്നുള്ളതാണ് ആഫത്ത്. നേരെ തിരിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ സംസാരിക്കാൻ പാടില്ലാത്തത് സംസാരിക്കുക എന്നുള്ളത്. ഇങ്ങനെ രണ്ട് വശങ്ങളുണ്ട്. പണ്ഡിതന്മാർ തന്നെ പറഞ്ഞത് കാണാം, ആഫാത്തുൽ ലിസാനി മിൻ അഖ്തരിൽ ആഫാത്ത് അല ഇൻസാൻ, നാവ് കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ അത് മനുഷ്യന് ഉണ്ടാകുന്ന വിപത്തുകളിൽ ഏറ്റവും അപകടം പിടിച്ച വിപത്തുകളിൽ ഒന്നാണ് നാവ് കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ. لأن الإنسان يهون عليه التحفظ والاحتراز من أكل الحرام والظلم والزنا والسرقة وشرب الخمر ومن النظر المحرم وغير ذلك. ഒരു പക്ഷേ മനുഷ്യന് ചിലപ്പോൾ ഹറാമ് തിന്നാതിരിക്കുക, ആക്രമിക്കാതിരിക്കുക, വിചരിക്കാതിരിക്കുക, മോഷ്ടിക്കാതിരിക്കുക, കള്ളുകുടിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ കുറച്ച് എളുപ്പമുള്ളത് കാര്യമായിരിക്കും. പക്ഷേ വയസ്ഉബു അലൈഹി തഹഫ്ഫുദ് വൽഇഹ്തിറാസ് മിൻ ഹറകതി ലിസാനിഹി, പക്ഷെ അവൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ ചിലപ്പോൾ അവന് പറ്റണമെന്നില്ല. ഹത്താ തറ റജുല യുഷാറു ഇലൈഹി ബിദ്ദീനി വസ്സുഹദ്, എത്രത്തോളം ദീനിൻ്റെ ആള്, നല്ല ദുനിയാവിനോട് വിരക്തിയുള്ള ആള് എന്നൊക്കെ അറിയപ്പെടുന്ന, ഒരു ഇബാദ, നല്ല ഇബാദത്തൊക്കെ ഉള്ള ആളാണ് എന്നറിയപ്പെടുന്ന പലരും വഹുവ യതകല്ലമു ബിൽ കലിമാതി മിൻ സഖതില്ലാഹ് ലാ യുൽഖി ലഹാ ബാലൻ യൻസിലു ഫിൻ നാരി ബിൽ കലിമത്തിൽ വാഹിദ മിൻഹാ അബ്അദു മിമ്മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് ഔ യഹ്വി ബിഹാ ഫിൻ നാർ 70 സന. وكم ترى من رجل متورع عن الفواحش والظلم. ഇതിലൂടെ പറഞ്ഞതിൻ്റെ ചുരുക്കം, ദീനൊക്കെ അനുസരിച്ച് ഇബാദത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയുള്ള എത്രയോ ആളുകൾ ഈ നാവിൻ്റെ വിഷയത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അവർ സംസാരിക്കുന്ന ഒറ്റ വാചകം കൊണ്ട് ഒരുപക്ഷെ അവർ നരകത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്.
അപ്പോൾ എത്രയോ സൂക്ഷ്മതയുള്ള ആളുകൾ പെട്ടുപോയിട്ടുള്ള, അവർക്കൊക്കെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു വിപത്താണ് നാവ് കൊണ്ടുണ്ടാകുന്ന വിപത്ത്. അതാണ് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന ആളുകൾ അവർ കള്ളുപിടിക്കുന്നുണ്ടാവില്ല, വ്യഭിചരിക്കുന്നുണ്ടാവില്ല, അങ്ങനെയുള്ള പല തോന്നിയവാസങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കും. പക്ഷെ നാവ് നിയന്ത്രിക്കാൻ പറ്റില്ല. അതിൻ്റെ വിഷയത്തിൽ പരാജയപ്പെട്ടു പോയ ആളുകളെ കാണാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. وَلِسَانُهُ يَقْطَعُ وَيَذْبَحُ فِي أَعْرَاضِ الْأَحْيَاءِ وَالْأَمْوَاتِ وَلَا يُبَالِي بِمَا يَقُولُ. മരിച്ചവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ അവരുടെയൊക്കെ അഭിമാനം പിച്ചു ചെയ്യുന്നതിൽ അവരുടെ നാവുകൾക്ക് വലിയ പങ്കുണ്ടാവും. അതിലൊന്നും പരിഗണിക്കാതെ നാവ് അവർക്ക് തോന്നിയ രൂപത്തിൽ ഉപയോഗിക്കുന്നു. ഒക്കെ ദീനിൻ്റെ ആൾക്കാരായിരിക്കും, നിസ്കാരം നോമ്പൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കാണാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള വാചകങ്ങളാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കിതാബിൽ. അപ്പോൾ നോക്ക്, നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം മസ്ജിദിൽ ഒരുമിച്ച് കൂടിയ നമ്മെ സംബന്ധിച്ചിടത്തോളം 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, കുറച്ചൊക്കെ ദീനി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മളൊക്കെ ബാധിക്കുന്ന, ഞാനും നിങ്ങളൊക്കെ ഏറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ നാവിൻ്റെ വിഷയം. നമ്മളൊക്കെ ചെന്ന് ചാടാൻ സാധ്യതയുള്ള ഒരു ഗുരുതരമായ തെറ്റായിരിക്കും നാവ് കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ. അതുകൊണ്ട് അതിൽ നമുക്ക് വലിയ ശ്രദ്ധയുണ്ടാകണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നിരന്തരം നമ്മൾ ഓർമ്മപ്പെടുത്തപ്പെടേണ്ട ഒരു വിഷയമാണ്. 1-2 ക്ലാസ് കൊണ്ടോ ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ചില സമയത്ത് നമ്മൾ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതിൽ പരാജയപ്പെടും. നാവ് എന്ന് പറഞ്ഞാൽ അതാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നാവിനെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് എൻ്റെ നാവ് ചലിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അയാൾ നന്മയുള്ളവനാണ് എന്നതിനുള്ള തെളിവാണ്. പണ്ഡിതന്മാർ പറയാൻ, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, 2 കാര്യം ഒരാൾക്ക് നന്നായാൽ അയാളുടെ ബാക്കിയുള്ള കാര്യമൊക്കെ ശരിയാവും. ഖസ്ലതാനി ഇദാ സലുഹതാ സലുഹ മാ സിവാഹുമാ സലുഹ മാ സിവാഹുമാ. 2 കാര്യം ശരിയായാൽ, യൂനുസ് ഇബ്നു ഉബൈദ് റഹിമുള്ള താബിഈയാണ്, അദ്ദേഹം പറഞ്ഞതാണ്, 2 കാര്യം ശരിയായാൽ ബാക്കിയുള്ളതൊക്കെ ശരിയാകും. ഒരടിമയിൽ നിന്ന് 2 കാര്യം ശരിയായാൽ ബാക്കിയൊക്കെ ശരിയാകും. ഏതാണ് ആ 2 കാര്യം? ഒന്ന് സ്വലാറ്റുഹു, മറ്റൊന്ന് വലിസാനുഹു. ഒന്നവൻ്റെ നിസ്കാരം, അവൻ്റെ നാവും. ഒന്നവൻ്റെ നിസ്കാരം, മറ്റൊന്നവൻ്റെ നാവും. ഇത് 2ഉം ശരിയായാൽ ബാക്കിയൊക്കെ ശരിയാകും. ശരിക്കും നമ്മൾ ചിന്തിച്ച് നോക്ക്, ഈ 2 നമുക്ക് പ്രശ്നം ഉണ്ടാകും. നമ്മുടെ നാവ്, നമ്മൾ സംസാരിക്കുന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ഒരാൾക്ക് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ട്, അവൻ ഒന്നുകിൽ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. ഞാൻ നിങ്ങളോടും ചോദിക്കേണ്ട ചോദ്യമാണത്. നമ്മൾ നന്മയാണോ പറയാറുള്ളത്? നല്ലത് മാത്രമാണോ പറയാറുള്ളത്? അല്ലെങ്കിൽ നല്ലതല്ലാത്തതും ഹറാമായതും അനുവദനീയമായതും കറാഹത്തായതൊക്കെ ഒരുമിച്ചാണോ? അതിൽ നമുക്ക് ശ്രദ്ധയുണ്ടോ നമ്മൾ പരിശോധിക്കാം. ചില കാര്യങ്ങൾ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത് എന്ന ഹദീസിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു, ചില കാര്യങ്ങൾ ദാത്തിൽ തന്നെ ഖൈറായിരിക്കും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതൊക്കെ എന്താണ്, നേർക്കുനേരെ ഖൈറായിരിക്കും. ചിലത് ഉദ്ദേശം കൊണ്ട് എന്ത് ചെയ്യും, അത് നമുക്ക് ഖൈറാക്കി മാറ്റാം. ഇപ്പം നമ്മൾ ഉമ്മാൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് നാട്ടു വർത്താനം പറഞ്ഞു, അല്ലെങ്കിൽ തമാശ പറഞ്ഞു. തമാശ പറയാന്നുള്ളത് ദാത്തിലെ ഇബാദത്തല്ല, അല്ലെങ്കിൽ പക്ഷെ അത് ഉമ്മയെ സന്തോഷിപ്പിക്കുക എന്ന അർത്ഥത്തിലാവുമ്പോൾ അത് ഖൈറായി മാറി. ഭാര്യയുമായി സംസാരിക്കുക എന്നുള്ളത്, സംസാരിക്കുന്ന വിഷയം എന്തുമാകട്ടെ, ഭാര്യയെ സന്തോഷിപ്പിക്കുന്നതിൻ്റെ ഭാര്യയുമായി അവരോട് നല്ല രൂപത്തിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് അവരോട് കുറച്ച് സംസാരിച്ചാൽ എന്നത് ഖൈറാണ്.
ഫല്യഖുൽ ഖൈറൻ എന്ന് പറഞ്ഞത് അത് പെടും. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ ഈ പറഞ്ഞ നാവിനെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ എത്രത്തോളം നമുക്ക് ശ്രദ്ധയുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. അതേപോലെ തന്നെ പറയാം, നിസ്കാരം നാവ്, നിസ്കാരം ശരിയായി നാവ് ശരിയായാൽ ബാക്കിയൊക്കെ ശരിയാണ്. അതേപോലെ തന്നെ യഹ്യ ഇബ്നു അബി കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഖസ്ലതാനി ഇദാ റഅയ്തഹുമാ ഫിർ റജുൽ, രണ്ട് കാര്യങ്ങൾ അത് നീ ഒരാളിൽ കാണുകയാണെങ്കിൽ ഫഅലം അന്നമാ വറഅഹുമാ ഖൈറും മിൻഹ, അതിനപ്പുറത്ത് ആ രണ്ട് കാര്യം ഒരാളിൽ കാണുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് പല നന്മകളും അയാളിൽ ഉണ്ടാകും. ഏതൊക്കെയാണത്? ഇൻ കാന ഹാബിസൻ ലിലിസാനിഹി യുഹാഫിദു അലാ സലാത്തിഹി, അയാൾ നാവിനെ നിയന്ത്രിക്കുന്നവനാണ്, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവനാണ് എങ്കിൽ അയാൾക്ക് വേറെയും ഒരുപാട് ഖൈറുകൾ വേറെ ഉണ്ടാകും. അത്രയും വലിയ കാര്യമാണത്. ഇനി നമ്മൾ നിസ്കാരത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ നിസ്കാരത്തിൻ്റെ സമയം, അത് ജമാഅത്തായി നിസ്കരിക്കുന്ന വിഷയം, ഇനി നിസ്കാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ എന്താണ് അവസ്ഥ, നിസ്കാരത്തിൽ നമുക്ക് എത്രത്തോളം ശ്രദ്ധ കിട്ടുന്നുണ്ട്, നമ്മൾ നിസ്കാരം ഒരു മയ്യിത്തായിട്ടുള്ള നിസ്കാരമാണോ, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ഇതിൻ്റെ റൂഹ് നഷ്ടപ്പെട്ട, പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുശൂ ആണ്. ഖുശൂ ഇല്ലാത്ത നിസ്കാരം എന്താണ്? അത് റൂഹില്ലാത്തൊരു ശരീരം പോലെയാണ്, മയ്യത്തിനെ പോലെയാണ്. നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ മഗ്‌രിബ് നിസ്കരിച്ചു, എന്തായിരുന്നു എൻ്റെ നിസ്കാരത്തിൻ്റെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കും. അത് നിസ്കാരം ഈ പറഞ്ഞതുപോലെ അതിൻ്റെ എല്ലാം ശ്രദ്ധിച്ച് ആസ്വദിച്ച് നിസ്കരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അതിൻ്റെ സമയം പാലിച്ച് നിർവഹിക്കപ്പെടേണ്ടിടത്ത് അഥവാ മസ്ജിദിൽ വെച്ച് ജമാഅത്തായി നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്, നിസ്കാരത്തെ നമുക്ക് തഅദീം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്കാരം ശരിയാണ്. കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം. നിസ്കാരം അതേപോലെ തന്നെ നാവ്, ഇത് രണ്ടും ശരിയായ ബാക്കിയൊക്കെ ശരിയാകും. ഒരുപാട് രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി നാവിൻ്റെ അപകടങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്? നാവ് നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ, നാവ് അത് ശരിയാവണ്ണം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രമാണങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നാവ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് അപകടങ്ങൾ എന്താണ്? ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ നരകത്തിൽ പ്രവേശിക്കും എന്ന് തന്നെയാണ്. നാവിൻ്റെ അപകടം എന്ന് പറയുമ്പോൾ, നാവിൻ്റെ അപകടം എന്ന് പറഞ്ഞാൽ നാവ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെന്ന് ചാടാൻ പോകുന്നത് എവിടേക്കാണ്? നരകത്തിലേക്ക് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ത് കാരണത്താലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചോദ്യമാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണ്? അക്സറു സുഇല അൻ അക്സരി മാ യുദ്ഖിലു الناس النار, ജനങ്ങൾ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി അൽ ഫമു വൽ ഫർജ്, നാവും ലൈംഗികാവയവവും. ഇതാണ് നരകത്തിൽ ആളുകളെ കൂടുതലായി പ്രവേശിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു. നാവും ലൈംഗികാവയവം, ഇത് രണ്ടും അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ഉപയോഗിച്ചാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? നരകമാണ്. ഇപ്പം നാവിൻ്റെ അപകടം എന്ന് പറഞ്ഞാൽ, നാവ് കൊണ്ട് ചെയ്യുന്ന തിന്മകൾ, അതിലൂടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അതിലൂടെ നമ്മൾ നരകത്തിലെത്തും എന്ന് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹൽ യകുബ്ബുന്നാസ അലാ മനാഖിരിഹിം ഫിന്നാർ ഇല്ലാ ഹസായിദു അൽസിനതിഹിം, ആളുകളെ നരകത്തിലേക്ക് മൂക്ക് കുത്തിയോ മുഖം കുത്തിയോ അവരെ അതിലേക്ക് പ്രവേശിപ്പിക്കുന്നത്, അവരെ നരകത്തിലേക്ക് തള്ളിയിടുന്ന കാര്യം അവർ ചെയ്ത, നാവ് കൊണ്ട് ചെയ്ത തിന്മകളല്ലാതെ മറ്റെന്താണ് എന്നാണ്.
ഇപ്പോൾ ധാരാളക്കണക്കിന് ആളുകൾ നരകത്തിൽ ചെന്ന് ചാടാനുള്ള കാരണം അവരുടെ നാവ് കൊയ്തെടുത്ത തിന്മകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. ഈ നാവ് നമ്മൾ അള്ളാഹു സൂക്ഷിക്കാൻ പറഞ്ഞ പ്രകാരം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നരകത്തിലെത്തും, നരകത്തിൽ ചെന്ന് ചാടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്തറു ഖതായ ബിനി ആദം ഫി ലിസാനിഹി. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ തെറ്റുകൾ അവൻ്റെ നാവിലൂടെ വരുന്ന തെറ്റുകളാണ്. അപ്പം നാവിലൂടെയാണ് മനുഷ്യൻ കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് കൊണ്ട് വരുന്ന ഷർറിൽ നിന്ന് എന്ത് ചെയ്തിട്ടുള്ളത്? ശരണം തേടിയിട്ട് അഊദു ബിക മിൻ ശർരി ലിസാനി എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിആദയിൽ കാണാം. നാവ് കൊണ്ടുള്ള ഷർറിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് പറഞ്ഞത് കാണാം. അപ്പം നാവ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലല്ല നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ, നേരത്തെ ഇബ്നുൽ ഖയ്യിം ഒക്കെ പറഞ്ഞതുപോലെ മറ്റു നന്മകൾ നമ്മൾക്കുണ്ടെങ്കിൽ കൂടി പലർക്കും തെറ്റിപ്പോകുന്നത് നാവിൻ്റെ വിഷയത്തിലാണ്. നമുക്ക് വളരെ സുപരിചിതമായൊരു സംഭവമായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു, ഇന്ന ഫുലാന തുദ്കറു മിൻ കസ്റതി സ്വലാത്തിഹ വസിയാമിഹ വസദഖതിഹ. ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ നിസ്കാരത്തിൻ്റെ കാര്യത്തിലും സുന്നത്ത് നോമ്പിൻ്റെ കാര്യത്തിലും സദഖയുടെ കാര്യത്തിലൊക്കെ അറിയപ്പെട്ട പെണ്ണാണ്. സാധാരണ സ്ത്രീകൾ നിസ്കരിക്കുന്നത് പോലെയല്ല, അറിയപ്പെട്ട പെണ്ണാണ്. ധാരാളം സ്വതക്ക കൊടുക്കുന്ന സ്ത്രീ, ധാരാളം സുന്നത്ത് നോമ്പ് കൊടുക്കുന്ന സ്ത്രീ, ധാരാളം നിസ്കരിക്കുന്ന സ്ത്രീ എന്നറിയപ്പെടുന്നൊരു പെണ്ണാണ്. പക്ഷെ ഗൈറ അന്നഹ തുഅ്ദി ജീറാനഹ ബിലിസാനിഹ. ഒരു പ്രശ്നമുണ്ട്. എന്താണ്? അയൽവാസികളെ നാവ് കൊണ്ട് ഉപദ്രവിക്കും. കുറേ നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും ഒക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞ ലാ ഖൈറ ഫീഹ, അവളിൽ യാതൊരു നന്മയുമില്ല എന്നാണ് പറഞ്ഞത്. ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിച്ചു നോക്കും. നിസ്കാരമുണ്ട്, സുന്നത്ത് നോമ്പുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്താണ് അവൾക്ക് ഉള്ള പ്രശ്നം? നാവാണ്. നാവ് കൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഒരു ഹദീസിൽ റിവായത്തിൽ പറഞ്ഞ ലാ ഖൈറ ഫീഹ, അവളിൽ യാതൊരു നന്മയുമില്ല, അവൾ നരകത്തിലാണെന്ന് പറഞ്ഞു. ശരിക്കും നമ്മൾ പേടിപ്പിക്കേണ്ട ഹദീസാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് സ്വർഗം കിട്ടും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. നമ്മൾ നിസ്കാരം, സുന്നത്ത് നോമ്പ്, രാത്രി നിസ്കാരമൊക്കെ ആയിരിക്കും. ശരിയാണ്, അതൊക്കെ സ്വർഗം കിട്ടാനുള്ള കാരണമാണ്. പക്ഷേ ആ സ്വർഗത്തിന് തടസ്സമാകുന്ന നരകത്തിലേക്ക് നമ്മളെ കൊണ്ട് ചാടിക്കുന്ന ഒന്നാണ് നാവ്. നമ്മുടെ നാവ് ക്ലിയറാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഒരു ഭാഗത്ത് നിസ്കാരവും നോമ്പൊക്കെ ഉണ്ട്, പക്ഷെ നാവ് മോശമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നരകത്തിലേക്ക് പോകേണ്ടി വരും. വളരെ ഗൗരവമുള്ള വിഷയമാണ് നാവിൻ്റെ അപകടം എന്ന് പറയുമ്പോൾ. അത് തന്നെയാണ് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. നരകപ്രവേശനത്തിന് കാരണമാകും. നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു വാക്കായിരിക്കും ചിലപ്പോൾ, അതോടുകൂടി നമ്മൾക്ക് നരകത്തിൽ കിടക്കാൻ തന്നെ മതിയാകും, നരകത്തിൽ പ്രവേശിക്കാൻ അത് തന്നെ മതിയാകും. അങ്ങനെയുള്ള വാചകങ്ങൾ നമ്മൾ ഉച്ചരിച്ചാൽ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? നരകത്തിൽ പ്രവേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം. ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽകലിമ മിൻ സഖത്തില്ലാഹി തആല ലാ യുൽഖി ലഹാ ബാലൻ യഹ്വി ബിഹാ ഫി ജഹന്നം. ഒരു മനുഷ്യൻ ഒരു വാക്ക് പറയും, അത് അള്ളാഹുവിന് വെറുപ്പുള്ള വാക്കാണ്. അയാൾ അതിന് വലിയ ഗൗരവമൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു വാക്ക് ഉച്ചരിച്ചു, അതിലൂടെ യഹ്വി ബിഹാ ഫി ജഹന്നം, നരകത്തിലേക്ക് അയാൾ പ്രവേശിക്കും. ഒരൊറ്റ വാക്ക് മതിയാവും എന്ത്? നരകത്തിൽ പ്രവേശിക്കാൻ. വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ. ഒരൊറ്റ വാചകം കൊണ്ട് നമുക്ക് നരകം കിട്ടും.
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നുന്നത്, നമ്മൾ വലിയ ഗൗരവത്തിൽ കാണാത്ത ചില വാക്കുകളായിരിക്കും, പക്ഷേ അത് അള്ളാഹുവിന് വെറുപ്പുള്ള സംസാരമായിരിക്കും. അതിലൂടെ അവൻ നരകത്തിൽ ചെന്ന് ചാടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ തിരിച്ചുണ്ട്. ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗത്ത് എന്താണ്? ഇന്നൽ അബ്ദ ല യതകല്ലമു ബിൽ കലിമ മിൻ റിദ്വാനില്ല. ഒരാൾ ഒരു സംസാരം സംസാരിക്കും, അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള സംസാരമായിരിക്കും. ആ സംസാരം നിർവഹിക്കുമ്പോൾ മാ യുൽഖി ലഹാ ബാലൻ, അത് വലിയ കാര്യത്തിൽ പറഞ്ഞതാകില്ല, പക്ഷെ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കാണ്. അതിലൂടെ യർഫഉഹു അല്ലാഹു ബിഹാ ദറജാത്ത്, സ്വർഗത്തിൽ ഉയർന്ന പദവികളിലേക്ക് അവൻ ഉയർത്തും. നല്ലത് പറഞ്ഞാൽ ഉന്നതിയിലെത്തും. എന്നാൽ അപകടകരമായ കാര്യമാണ് പറയുന്നതെങ്കിലോ അതിലൂടെ നരകത്തിൽ ചെന്ന് ചാടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. നമ്മളെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. നാവ് നമ്മൾ വേണ്ട പോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെയല്ല നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റൊരു അപകടം എന്ന് പറഞ്ഞാൽ നമ്മൾ നാവ് കൊണ്ട് ചെയ്യുന്ന തിന്മകൾ, അതിലൂടെ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ നഷ്ടമാകും. മറ്റൊരു അപകടമാണത്. കാരണം പല തിന്മകളും നാവ് കൊണ്ട് ചെയ്യുന്ന പല തിന്മകളും അത് മറ്റുള്ളവരുടെ അഭിമാനത്തെ പിച്ചു ചീന്തുന്നതായിരിക്കും, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരാളെ പറ്റി കളവ് പറഞ്ഞു, ഒരാളെ ചീത്ത വിളിച്ചു, ഒരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു, ഇതൊക്കെ മറ്റുള്ളവരോട് ചെയ്യുന്ന അക്രമമാണ്. ആ അക്രമത്തിലൂടെ എന്താ സംഭവിക്കുക? നമ്മുടെ നന്മകൾ നഷ്ടപ്പെട്ടു പോകും. നമ്മളിൽ നിന്ന് അയാൾക്ക് നന്മ നഷ്ടപ്പെട്ടു, ഇനി നമുക്ക് കൊടുക്കാൻ നന്മയിൽ അയാളെ തിന്മ ഇങ്ങോട്ട് വെച്ച് കിട്ടും. നമ്മളൊരാളെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞാൽ, നമ്മളൊരാളെക്കുറിച്ച് കളവ് പറഞ്ഞാൽ, നമ്മളൊരാളെക്കുറിച്ച് മോശം പറഞ്ഞാൽ, ഇതൊക്കെ നാവ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളാണ്, നാവ് കൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ്, ഗുരുതരമായ തെറ്റുകളാണ്. അതിലൂടെ എന്താ സംഭവിക്കുന്നത്? അതിലൂടെ സംഭവിക്കുന്നത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളാണ് അതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെടും. നമ്മൾ അറിവില്ലാതെ സംസാരിക്കുക, അറിവില്ലാതെ സംസാരിച്ചാൽ എന്താ സംഭവിക്കാം? അറിവില്ലാതെ സംസാരിച്ചാൽ അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഉഫ്തിയ ബിഗൈരി ഇൽമിൻ കാന ഇസ്മുഹു അലാ മൻ അഫ്താ. ഒരാൾ അറിവില്ലാതെ ഒരു ഫത്വ കൊടുത്തു, അത് വെച്ച് മറ്റൊരാൾ അമല് ചെയ്താൽ അയാളുടെ കുറ്റം ഇയാൾക്ക് കിട്ടും. കാരണം ഇയാൾ അറിവില്ലാതെ കൊടുത്ത ഫത്വയാണ്. അപ്പോൾ ദീനിയായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അറിവില്ലാതെ എന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ അത് വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ കുറ്റം നമുക്കുണ്ടാകും. അപ്പോൾ അത് നാവ് കൊണ്ട് ചെയ്യുന്നതാണ്. അയാൾ ഫത്വ കൊടുത്തു എന്നുള്ളത്, വിവരല്ലാതെ സംസാരിക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹുവിനെ കുറിച്ചൊക്കെ അറിയാത്തത് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ചെറുതാകൂല. ബനു ഇസ്രായേലുകാരുടെ കൂട്ടത്തിലുണ്ടായ രണ്ടാളെ സംഭവം പറഞ്ഞിട്ട് പണ്ഡിതന്മാർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. രണ്ടാളുകൾ, ഒരാൾ നല്ല മനുഷ്യനായിരുന്നു, മറ്റൊരാൾ ഇങ്ങനെ തോന്നിവാസിയായിട്ട് ജീവിക്കുന്ന, കുറച്ച് തെറ്റൊക്കെ ചെയ്യുന്ന ജീവിക്കുന്ന ആളാണ്. ശ്രദ്ധിക്കണം, നിങ്ങൾ കേട്ട ചരിത്രമായിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ കഥ പറയുന്ന കൂട്ടത്തിൽ അത് വരും ഇൻഷാ അല്ലാഹ്. നമുക്ക് രണ്ടാളുകൾ, ഒരാൾ നല്ല മനുഷ്യനാണ്, ഈ ഇബാദത്ത് നന്നായി ചെയ്യുന്ന ആളാണ്, മറ്റേ വ്യക്തി തെറ്റ് ചെയ്യുന്ന ആളാണ്. തെറ്റ് ചെയ്യുന്ന വ്യക്തിയെ കാണുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ഇയാൾ ഉപദേശിക്കും. നല്ല കാര്യമാണ് ഉപദേശിക്കുക എന്നുള്ളത്. ഒരു പ്രാവശ്യം ഉപദേശിച്ച സമയത്ത് ഇയാൾ എന്ത് ചെയ്തു? തിരിച്ചിങ്ങോട്ട് പ്രകോപനപരമായ അല്ലെങ്കിൽ തിരിച്ച് മോശപ്പെട്ട രൂപത്തിൽ മറുപടി പറഞ്ഞു. അപ്പം അതിന് തിരിച്ചയാൾ കൊടുത്ത മറുപടി അദ്ദേഹം പറഞ്ഞത്, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക്, അള്ളാഹുവാണ് സത്യം, നിനക്ക് അള്ളാഹു പുറത്തുതരൂല എന്നൊറ്റ വാക്കുകൾ പറഞ്ഞുപോയി. എന്താ ഉണ്ടായത്? അള്ളാഹു തആല അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ആര് പറഞ്ഞു ഞാൻ അവന് പുറത്തു കൊടുക്കില്ല?
ഒരാൾ പറയാം എനിക്ക് അള്ളാഹു ഒന്നും പുറത്തരൂല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്കൊരാൾക്കും അവകാശമല്ല. ലാ യഗ്ഫിറുല്ലാഹു ലക എന്ന് പറഞ്ഞു പോയി, നിനക്ക് അള്ളാഹു പുറത്തരൂല എന്നൊറ്റ വാചകമാണ് പറഞ്ഞത്. അങ്ങനെ പറയാൾക്ക് അവകാശമല്ല. പക്ഷേ വിവരമില്ലാതെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുപോയി. അള്ളാഹു തആല അയാളെ വിചാരണയ്ക്ക് എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ആര് പറഞ്ഞു ഞാൻ ഇയാൾക്ക് പുറത്തു കൊടുക്കൂല എന്നുള്ളത്? എന്നിട്ട് ഈ മനുഷ്യനോട് പറയാണ്, ഞാൻ അയാൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, നീ സ്വർഗത്തിൽ പ്രവേശിക്കുക. ഇയാളോട് പറയും, ഞാൻ ഖദ് ഗഫർതു ലഹു, അയാൾക്ക് ഞാൻ പുറത്തു കൊടുത്തു, അഹ്ബത്തു അമലക്, നിന്റെ അമൽ ഞാൻ പൊളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ നല്ല അവസ്ഥയിൽ ജീവിച്ച മനുഷ്യനെ നരകത്തിലേക്കും ഈ തെറ്റ് ചെയ്ത ആൾ അള്ളാഹു പുറത്തു കൊടുത്ത് സ്വർഗത്തിലേക്കും ആക്കുമെന്നാണ് സംഭവം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നൊരു വാചകമുണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കലിമത്തുൻ തകല്ലമ ബികലിമത്തിൻ ഔ ബഖത് ദുനിയാഹു ഔ ഉഖ്റാ, ഒരൊറ്റ വാചകം അയാളുടെ ദുനിയാവും പരലോകവും നഷ്ടപ്പെടുത്തി കളഞ്ഞു. അല്ലേ? ദുനിയാവിൽ ഇങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് കുറേ നന്മകൾ ചെയ്ത് ദുനിയാവിൽ അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ അനുഭവിക്കാതെ എന്ത് ചെയ്തു? ജീവിച്ചു. ഒറ്റ സംസാരത്തോടുകൂടി എന്ത് ചെയ്തു? അയാൾക്ക് നരകത്തിൽ പോകേണ്ടി വന്നു. ദുനിയാവും പരലോകവും അയാൾക്ക് നഷ്ടമായി. ഇതിൽ നമുക്കുള്ള പാഠം എന്താണ്? നമ്മൾ പറയുന്ന വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾക്കതിലൂടെ നരകം വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഇവിടെ അയാൾ ചെയ്ത പ്രവർത്തനത്തിന് അല്ലാഹു അഹ്ബത്തു അമലക്, എൻ്റെ അമൽ ഞാൻ പൊളിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു തആല അദ്ദേഹത്തോട് പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട അപകടം എന്ന് പറഞ്ഞ ഒന്ന് നരകത്തിൽ ചെന്ന് ചാടേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞത് നാവ് കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ അമലുകൾ തന്നെ നഷ്ടപ്പെടും. ഒന്ന് ഈ പറഞ്ഞത് അറിവില്ലാതെ സംസാരിച്ചാൽ, അതേപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് അവരെ ഉപദ്രവിക്കുന്ന രൂപത്തിൽ, അവരോട് അക്രമം ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ നാവ് ഉപയോഗിച്ച് അത് കളവാകാം, ആരോപണങ്ങളാകാം, തെറിവാക്കുകളാകാം, ഈ പറഞ്ഞതുപോലെ ഗീബത്താകാം, നമീമത്താകാം, ഇങ്ങനെയുള്ള അക്രമം ഈ നാവ് കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ നാളെ മുഫ്ലിസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. അല്ലാഹു തആല നമ്മുടെ നന്മകൾ നമ്മൾ ആക്രമിച്ച മദ്ലൂമിന് നൽകപ്പെടുകയും നമ്മൾക്ക് നന്മകൾ കൊടുക്കാനില്ലെങ്കിൽ നമുക്കറിയാം അയാളുടെ തിന്മ നമ്മളിലേക്ക് വെച്ച് കെട്ടി നമ്മൾ നരകത്തിലെറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. എത്രയോ ഹദീസുകളിൽ നാവിനെ സൂക്ഷിക്കണം എന്ന കാര്യം, നാവ് ശരിയായിട്ടില്ലെങ്കിൽ രക്ഷപ്പെടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. മൻ നജാത്ത് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടിയിൽ ഒന്നെന്താണ്? അംസിക അലൈക ലിസാനക, എന്താണ് രക്ഷപ്പെടാനുള്ള വഴി എന്ന ചോദ്യത്തിന് മറുപടി, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്തഖീമു ഈമാനു ആബിദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു, ഒരാളുടെ ഈമാൻ ശരിയാവുകയില്ല അവൻ്റെ കൽബ് ശരിയാകുന്നത് വരെ. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു, ഒരാളുടെ കൽബ് ശരിയാവില്ല അവൻ്റെ ഈമാൻ, അവൻ്റെ നാവ് ശരിയാകുന്നത് വരെ. അപ്പോൾ നോക്ക്, ഈമാൻ ശരിയാകണമെങ്കിൽ കൽബ് ശരിയാകണം, കൽബ് ശരിയാകണമെങ്കിൽ അവൻ്റെ നാവ് ശരിയാകും. അപ്പോൾ നാവ്, കൽബ്, ഈമാൻ പരസ്പരം ബന്ധമുണ്ട്. കൽബ് ശരിയായാലും ഈമാൻ ശരിയാകും. കൽബ് ശരിയാകണമെങ്കിൽ നാവ് ശരിയാകണം. നമ്മുടെ ഹൃദയം ശുദ്ധമാകണമെങ്കിൽ നമ്മുടെ നാവ് ശരിയാകണം. നമ്മുടെ നാവ് പോക്കാണെങ്കിൽ ഹൃദയം പ്രശ്നമായിരിക്കും. വല്ല ഹൃദയം നന്നായിട്ട് അയാളുടെ നാവ് മോശമാകുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഹൃദയം വളരെ ക്ലിയറാണ്, ശുദ്ധനാണ്. പരിശുദ്ധ ഹൃദയമുള്ള ഒരാളുടെ നാവ് വൃത്തികെട്ടതാകില്ല. അയാളുടെ ഹൃദയം നല്ലതാണെന്ന് തെളിവെന്താണ്? അയാളുടെ നാവ് നല്ലതായിരിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള, നമ്മൾ ചില ആൾക്കാർ പറയില്ലേ, അയാളിങ്ങനെ നാവ് ഹൃദയം ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും, ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ളതൊക്കെ. എന്നിട്ട് അയാൾ പറയും എൻ്റെ മനസ്സിലൊന്നുമില്ല എന്ന് പറയും. മനസ്സിൽ നിൽക്കാത്തതുകൊണ്ടാണ് ഈ നാവിൽ പറയുന്നത്. മനസ്സ് വൃത്തികേടായതുകൊണ്ടാണ് ഈ എന്ത് ചെയ്യണത്? ഈ രൂപത്തിൽ പറയുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് ഉപദേശം ചോദിച്ചു. എന്താണ് ഉപദേശത്തിലുള്ളത്? അദ്നി വ ഔജിസ്, റസൂൽ അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ ഉപദേശിക്കണം, വളരെ ചുരുങ്ങിയ രൂപത്തിൽ എനിക്ക് ഉപദേശം നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം എന്താണ്? ഇദാ ഖുംത ഫീ സലാതിക ഫസല്ലി സലാത മുവദ്ദിഇൻ, നിസ്കാരത്തിൽ നിന്നാൽ നീ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നവൻ നിസ്കരിക്കുന്നവർ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അവസാനത്തെ നിസ്കാരമാണ്, എനിക്കൊരു നിസ്കാരമല്ല, ഞാൻ നിസ്കാരം കഴിഞ്ഞാൽ മരിച്ചു പോകും, അടുത്ത നിസ്കാരത്തിന് മുമ്പ് ഞാൻ മരണപ്പെട്ടു പോകും എന്ന് ചിന്തിച്ച് നിസ്കരിക്കുക. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് ചിന്തിസ്കരിക്കുക. നിസ്കാരം ശരിയാക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണത്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം, വലാ തകല്ലം ബികലാമിൻ തഅതദിറു മിൻഹു ഗദ, നാളെ മാപ്പ് പറയേണ്ട വർത്തമാനം നീ പറയരുത്. ഇന്ന് പെട്ടെന്ന് ചൂടിൽ ഓരോന്ന് പറഞ്ഞുപോയി, നാളെ സോറി എന്ന് പറയേണ്ട സംസാരം നടത്തരുത് എന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ദേഷ്യത്തിൽ പറഞ്ഞുപോയി, പിന്നെ നാളെ വന്നിട്ട് ഞാൻ അങ്ങനെ ആ ദേഷ്യത്തിൽ പറഞ്ഞതാണ്, ഇങ്ങനത്തെ സംസാരം നടത്തരുത് എന്ന് പറഞ്ഞാൽ പറയുന്നതിന് മുമ്പ് നാളെ ഖേദിക്കേണ്ടി വരുമോ, ഞാൻ ഈ പറഞ്ഞാൽ നാളെ എനിക്ക് സങ്കടമുണ്ടാകും അല്ലെങ്കിൽ ഖേദിക്കേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിച്ചു ആലോചിച്ചിട്ടാണ് ഈ നാവ് ഉപയോഗിക്കേണ്ടത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പറഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നൊരു നാവ് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം, പറഞ്ഞിട്ട് പിന്നെ പറ്റിപ്പോയി എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടാകരുത്, സംസാരത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞിട്ടുള്ള ഹദീസുകളിലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ വൽ അയ്യു ശുഅബതാനി മിനൽ ഈമാൻ. അൽ ഹയാ ലജ്ജയും, വൽ അയ്യ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സംസാരം, കുറഞ്ഞ സംസാരം, നാവിനെ സൂക്ഷിച്ച് ചിന്തിച്ച് സംസാരിക്കുക എന്നുള്ളത് ശുഅബതാനി മിനൽ ഈമാൻ, ഈമാനിൻ്റെ 2 ശാഖകളാണ്. ഈമാനുള്ള ആളുകളുടെ അടയാളമാണ് ലജ്ജയും അതേപോലെ തന്നെ കുറച്ച് സംസാരിക്കുക, സൂക്ഷിച്ച് സംസാരിക്കുക എന്നുള്ളത്. വൽ ബദാഉ വൽ ബയാൻ, വൃത്തികേട് സംസാരിക്കുക എന്നുള്ളതും ലജ്ജയില്ലാതെ വൃത്തികേട് സംസാരിക്കുക എന്നുള്ളത്. വൽ ബയാൻ, ഇങ്ങനെ നിർത്താതെ വാതോരാതെ സംസാരിക്കുക എന്നുള്ളതും ശുഅബതാനി മിനൻ നിഫാഖ്, നിഫാഖിൻ്റെ 2 ശാഖകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം കൂടുതലായിട്ട് സംസാരിക്കുക, നിയന്ത്രണമില്ലാതെ സംസാരിക്കുക എന്നുള്ളതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തിയ കാര്യം മുനാഫിഖിൻ്റെ സ്വഭാവമാണ്, മുനാഫിഖിൻ്റെ സ്വഭാവമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, വഇന്ന അബ്ഗളകും ഇലയ്യ വഅബ്അദകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ആളുകൾ, എന്നോട് ഏറ്റവും അകലെയുള്ള ആളുകൾ. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് എന്നോട് ഖിയാമത്ത് നാളിൽ എനിക്ക് ഏറ്റവും, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹാസീനക്കും അഖ്ലാഖ എന്നാണ്. എന്നോട് നാളെ പരലോകത്ത് ഏറ്റവും അടുത്തുള്ള ആളുകൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള, എന്നോട് ഏറ്റവും അകലമുണ്ടാകുന്ന, അടുത്തുണ്ടാകാതിരിക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ അസ്സർസാറൂൻ വൽ മുതശദ്ദിഖൂൻ വൽ മുതഫൈഹിഖൂൻ. ഈ പറഞ്ഞത് 3ഉം സംസാരവുമായി ബന്ധപ്പെട്ടതാണ്. സർസാറൂൻ എന്ന് പറഞ്ഞാൽ വായാടികൾ, അതേപോലെ തന്നെ മുതശദ്ദിഖൂൻ എന്ന് പറഞ്ഞാലും ധാരാളമായി ഇങ്ങനെ ചിന്തിക്കാതെ സംസാരിക്കുക. മുതഫൈഹിഖൂൻ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംസാരത്തിലൂടെ അഹങ്കാരത്തോടുകൂടി സംസാരിക്കുക, അഹങ്കാരം മുതകബ്ബിറൂനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിർത്താതെ ശ്രദ്ധയില്ലാതെ ധാരാളമായി സംസാരിക്കുന്ന ആളുകൾ, അവർ നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും എനിക്ക് ഉറപ്പുള്ള ആളുകളായിരിക്കും
എന്നോട് ഏറ്റവും വിദൂരത്തുള്ള ആളുകളായിരിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ ഈ സംസാരത്തിൽ ശ്രദ്ധിക്കണം. ഇങ്ങനെ കൂടുതലായി സംസാരിക്കുക എന്നുള്ളതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടും നാവ് സൂക്ഷിക്കണം എന്ന കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്കറിയാം, മൻ സമത നജ, മൗനം പാലിച്ചവൻ വിജയിച്ചിരിക്കുന്നു. മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ സംസാരിക്കാം. സമത എന്ന് പറഞ്ഞ വാക്കിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് സംസാരിക്കാൻ അറിയാം. ചില ആൾക്കാർ ജന്മനാ സംസാരിക്കാത്തവരുണ്ടാകും. ജന്മന എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചെറുപ്പത്തിലെ അയാളെ പൊതുവെ സംസാരം കുറഞ്ഞ ആളുകളുണ്ടാകും. എന്നാൽ സംത്ത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് സംസാരിക്കാൻ അറിയാം. സംസാരിക്കാൻ അയാൾക്ക് എന്തുണ്ട്, വകുപ്പുണ്ട്. എന്നിട്ടും അയാൾ മിണ്ടാതിരിക്കണം. മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്നതിനാണ് പറയാം. അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ മൗനം പാലിക്കാൻ പഠിക്കണം, മിണ്ടാതിരിക്കാൻ പഠിക്കണം എന്നുള്ളത് സലഫുകൾ പറയാറുള്ള കാര്യമാണ്. എന്നാൽ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മൻ സമത നജ, ഒരുത്തൻ മൗനം പാലിച്ചാൽ, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മൗനം പാലിച്ചാൽ അവൻ രക്ഷപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം അധിക തിന്മകളും എന്താണ് സംഭവിക്കുന്നത് നാവിലൂടെയാണ്. അപ്പോൾ ഈ നാവിനെ നമ്മൾ പിടിച്ചു വച്ചാൽ എന്താണ്, അവന് സുരക്ഷിതനാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ മൗനം പാലിച്ചാൽ അവൻ നാവ് കൊണ്ട് ചെയ്യുന്ന തിന്മകളിൽ നിന്ന് എന്ത് ചെയ്യും, അവൻ രക്ഷപ്പെടും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ സലഫുകൾ, ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, തഅല്ലമു സംത്, നിങ്ങൾ മിണ്ടാതിരിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ നാവിനെ സൂക്ഷിക്കാൻ പഠിക്കണം, മൗനം പഠിക്കണം. സംത് എന്ന് പറഞ്ഞാൽ മൗനം പാലിക്കാൻ പഠിക്കണം. അതൊരു പഠിപ്പ് തന്നെയാണ്. നമ്മൾ പൊതുവെ സംസാരപ്രിയരായിട്ടുള്ള ആളുകൾക്ക് സംസാരിക്കാൻ തോന്നുമ്പോൾ ആവശ്യമുള്ളത് സംസാരിക്കുക എന്നുള്ളത്, കുറച്ച് ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക. സംസാരിക്കുന്നതിന് ഖൈറ് വേണം. തമാശ പറയണത് എന്താണ്, കുറച്ചാകുമ്പോൾ നല്ലതാണ്. ഒരാൾ കാണുമ്പോൾ നമ്മൾ അവനോടൊരു തമാശ പറഞ്ഞാൽ അവനൊരു സന്തോഷമായിരിക്കും. അപ്പോൾ അത് ഇപ്പോൾ ഒരാവശ്യത്തിന്, അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നമ്മൾ സഹോദരന്മാരെ കാണുമ്പോൾ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ മസ്ലിം പിടിച്ചിരുന്നാൽ ചിലപ്പോൾ അവന് വിഷമാവും. എന്നാൽ കുറച്ചൊക്കെ ഒന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഒന്ന് അവനെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിലൊരു സംസാരമൊക്കെ നടത്തില്ല. ആ പറയുന്ന സംസാരങ്ങൾ നേർക്കുനേരെ ഇബാദത്തല്ലെങ്കിലും തൻ്റെ സഹോദരനെ സന്തോഷിപ്പിക്കുക എന്ന അർത്ഥത്തിൽ എന്ത് ചെയ്യും, അതിന് കൂലി ഉണ്ടാകും. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് ഉപകാരമുള്ള, ആ നിലക്ക് എന്തെങ്കിലും ഒരു ഖൈറുള്ളതാകുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആവശ്യമില്ലാത്തതിൽ നിന്ന് മൗനം പാലിക്കുക എന്നുള്ളത് പഠിക്കണം എന്നാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു. സലഫുകൾ പറഞ്ഞത് കാണാം, തഅല്ലമു സംത് കമാ തതഅല്ലമുനൽ കലാം, നിങ്ങൾ സംസാരം പഠിക്കുന്നത് പോലെ മിണ്ടാതിരിക്കാനും പഠിക്കണം. സംസാരം ചെറുപ്പത്തിൽ പഠിക്കലാണ്. ഇങ്ങനെ ചെറിയ കുട്ടി ഇങ്ങനെ സംസാരം പഠിക്കും. സംസാരം പഠിക്കുന്നത് പോലെ തന്നെ മിണ്ടാതിരിക്കാനും പഠിക്കണം. എല്ലായിടത്തും സംസാരിക്കുക എന്നുള്ളതാണ്. മിണ്ടാതിരിക്കാനും ചിലയിടത്ത് നമുക്ക് പറയാൻ തോന്നും, അവിടെ പറഞ്ഞാൽ ചിലപ്പോൾ ഷർറായിരിക്കും, അല്ലെങ്കിൽ ഗുണം ഉണ്ടാകില്ല. അവിടെ മിണ്ടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം എന്നാണ് സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. ചില സലഫുകൾ അതങ്ങനെ തന്നെ പറഞ്ഞത് കാണാം. താവൂസ് ഇബ്നു കൈസാൻ റഹിമഹുല്ലാഹ് താബിഈൻ അദ്ദേഹം പറഞ്ഞത് കാണാം, ഇന്നി ജറബ്തു ലിസാനി, ഞാൻ എൻ്റെ നാവ് നിയന്ത്രിക്കാൻ വേണ്ടി പരിശീലിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ ഞാൻ പരിശീലിക്കുമായിരുന്നു എന്ന് കാണാം. ഇയാസ് ഇബ്നു അജ്ലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ജാഹദ്തു നഫ്സി ഫീ തഅല്ലുമി സംത്, മൗനം പഠിക്കുക അഥവാ മിണ്ടാതിരിക്കാൻ ഞാൻ പരിശ്രമിച്ചു. അത് ഈ മൗനം പഠിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചു. എൻ്റെ സ്വന്തം നഫ്സിനോട് ഞാൻ ജിഹാദ് ചെയ്തു. 10 സിനീൻ, 10 കൊല്ലം. എന്നാൽ നാവ് നിയന്ത്രിക്കാൻ വേണ്ടി ആവശ്യത്തിന് സംസാരിക്കുക, ഖൈറല്ലാത്തത് സംസാരിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. നാവ് ശ്രദ്ധിച്ചുപയോഗിക്കുക എന്നാണ് പറഞ്ഞതിന് ചുരുക്കം. ഓക്കെ, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് നോക്ക്, കാന യുഹദ്ദിസു ഹദീസൻ ലൗ അദ്ദഹുൽ ആദ്ദു ലഅഹ്സാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സംസാരിക്കുന്നത് ഒരാളെ എണ്ണാൻ തിരിഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കും. എത്ര റസൂൽ സംസാരിക്കും അത്രയും കുറച്ചുള്ളൂ. റസൂലിൻ്റെ സ്വഭാവം തവീലു സംതാണ്, കൂടുതൽ സമയം ഉണ്ടാതിരിക്കും. അപ്പോൾ
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഗുണമായി സഹാബത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സമ്മാക്ക് ഇബ്നു ഹർബ് റഹിമഹുല്ലാഹ് പറയാണ്, ജാബിർ ഇബ്നു സമുറയോട് ഞാൻ ചോദിച്ചു, അകുൻത തുജാലിസു അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ റസൂലിൻ്റെ കൂടെ സഹവസിച്ചിട്ടുണ്ടോ? അപ്പോൾ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറയാണ്, നഅം, ഞാൻ റസൂലിൻ്റെ കൂടെ സഹവസിച്ചിട്ടുണ്ട്. കാന തവീല സംതി ഖലീല ളഹിക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ സമയം മൗനം പാലിക്കുന്ന അവസ്ഥയായിരുന്നു, തവീലു സംത്. അതേപോലെ തന്നെ ഖലീല ളഹിക്, കൂടുതൽ ചിരിക്കൂല. ചിരി, പിന്നെ പുഞ്ചിരിയല്ല, ചിരി. പുഞ്ചിരിയും ചിരിയും വ്യത്യാസം ഉണ്ടല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കും ധാരാളം, റസൂലിനെ കാണുമ്പോഴൊക്കെ പുഞ്ചിരിക്കും, പക്ഷെ ചിരി കുറവായിരിക്കും. അതേപോലെ തവീലു സംതാണ്, തവീൽ കൂടുതൽ സമയം മിണ്ടാതിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്? നാവിനെ സൂക്ഷിക്കണം, നാവ് ശ്രദ്ധിച്ച് സൂക്ഷിക്കണം, കൈകാര്യം ചെയ്യണം. അങ്ങനെ കൂടുതലായി സംസാരിക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തിയിട്ടൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർക്കാത്ത സംസാരങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കരുത്. അള്ളാഹുവിൻ്റെ സ്മരണയില്ലാത്ത സംസാരങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കരുത്. ഫഇന്ന കസ്റത്തൽ കലാമി ബിഗൈരി ദിക്രില്ലാഹ് ഖസ്വത്തുൽ ലിൽ ഖൽബ്, ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്ത, അള്ളാഹുവിനെ കുറിച്ചുള്ളതല്ലാത്ത സംസാരങ്ങൾ അത് അധികരിച്ചാൽ, അത് വർദ്ധിച്ചാൽ അത് ഹൃദയത്തിന് കാഠിന്യമുണ്ടാക്കും എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സംസാരിക്കുന്നത് ഗുണകരമായ കാര്യങ്ങളാകണം, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന കാര്യങ്ങളാകണം, നല്ലത് സംസാരിക്കുക എന്നൊക്കെയാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ യുസ്ലിമ ഖൽബുക ലില്ലാഹ്, നിന്റെ ഹൃദയം അല്ലാഹുവിലേക്ക് കീഴ്പ്പെടലാണ്. വ അൻ യസ്ലമൽ മുസ്ലിമൂന മിൻ ലിസാനിക വയദിക, നിന്റെ നാവും നിന്റെ കൈകളും മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാകരുത്. മുസ്ലിങ്ങൾ നിന്റെ നാവിനാലും നിന്റെ കൈയിനാലും സുരക്ഷിതരായിരിക്കണം. എന്ന് പറഞ്ഞാൽ നിന്റെ നാവ് കൊണ്ടൊരു മുസ്ലിം ഉപദ്രവം ഉണ്ടാകരുത്, നിന്റെ കൈ കൊണ്ടൊരു മുസ്ലിം ഉപദ്രവം ഉണ്ടാകരുത്. അവനാണ് യഥാർത്ഥ മുസ്ലിം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മറ്റൊരാൾക്ക് നമ്മുടെ നാവ് കൊണ്ടും കൈ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാകരുത്. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രധാനപ്പെട്ട ഒരു വിശേഷണം എന്ന് പറയുന്നത് മറ്റു മുസ്ലിങ്ങൾ അവൻ്റെ നാവിൽ നിന്നും കൈകൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്നും സുരക്ഷിതരായിരിക്കും. നമ്മളെ കൊണ്ട് മറ്റു മുസ്ലിങ്ങൾക്ക് യാതൊരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല, അവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ, യാ റസൂലല്ലാഹ് അയ്യുൽ മുസ്ലിമീന അഫ്ദൽ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, നമ്മളുടെ നാവ് കൊണ്ടും കൈ കൊണ്ടും വേറൊരു മുസ്ലിങ്ങൾക്കും പ്രയാസം ഉണ്ടാകില്ല എങ്കിൽ അവനാണ് ഏറ്റവും നല്ല മുസ്ലിം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പം നമ്മൾ നാവിനെ സൂക്ഷിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? നാവിനെ സൂക്ഷിച്ചിട്ടില്ല കിട്ടാൻ പോകുന്ന നരകമാണെങ്കിൽ നാവിനെ സൂക്ഷിച്ചാൽ കിട്ടാൻ പോകുന്ന എന്താണ്? സ്വർഗമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്കറിയാം, മൻ യദ്മൻ ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന ഫഖിദൈഹി, അവൻ്റെ നാവും അതുപോലെ തന്നെ ലൈംഗികാവയവും ഇത് അള്ളാഹു സൂക്ഷിക്കാൻ പറഞ്ഞ രൂപത്തിൽ സൂക്ഷിക്കാം. ആ വിഷയത്തിൽ ആരാണോ എനിക്ക് ഉറപ്പ് നൽകുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അത് അള്ളാഹു വിലക്കിയ രൂപത്തിൽ ഉപയോഗിക്കുകയില്ല. അഥവാ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നു, അവൻ്റെ നാവ് ശരിയാണ്
എങ്കിൽ അദ്മൻ ലഹുൽ ജന്ന, അവന് സ്വർഗം ഞാൻ ഉറപ്പ് തരാമെന്നാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ പോകുന്ന കാര്യം എന്തുതന്നെയാണ്? നാവ് കൊണ്ട് ചെയ്ത തിന്മകളും ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ട് അതിലൂടെ വരുന്ന തെറ്റുകൾ കൊണ്ടുമാണ്. നേരത്തെ പറഞ്ഞ ഹദീസ് കൊണ്ട് ഇവിടെ നമുക്ക് സ്വർഗം കിട്ടാൻ എന്താണ്? ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ മതി. ഹറാമ്, ഈ രണ്ട് ഭാഗത്തുകൂടെയും ഹറാമ് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ അദ്മൻ ലഹുൽ ജന്ന, സ്വർഗം ഞാൻ അവന് ഉറപ്പ് നൽകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. അപ്പോൾ സംസാരം സൂക്ഷിക്കണം. സൂക്ഷിച്ചാൽ അവന് സ്വർഗം കിട്ടും. സംസാരം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാവ് അതങ്ങനെ വിട്ടേച്ചാൽ ഹറാം ഹലാലുകൾ പരിഗണിക്കാതെ തോന്നിയത് പറഞ്ഞാൽ നമ്മൾ നരകത്തിൽ ചെന്ന് ചാടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ലം തസൽ സാലിമൻ മാ സകത്ത, നീ മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം നീ സുരക്ഷിതനാണ്. മിണ്ടാതിരുന്നാൽ സുരക്ഷയാണ് ശരിക്കും. നേരത്തെ പറഞ്ഞു മൻസമത നജ, മൗനം പാലിച്ചവൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞല്ലോ. മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം നീ സുരക്ഷിതനാണ്. ഫൈദാ തകല്ലംത കുതിബ ലക വഅലൈക, മിണ്ടിയാൽ ഒന്നുകിൽ നിനക്ക് അനുകൂലമായി നല്ലതാണെങ്കിൽ അതിനുള്ള കൂലി ഉണ്ടാകും, അല്ലെങ്കിലോ നിനക്കെതിരായിട്ടത് ബാധിക്കും. അപ്പോൾ മിണ്ടുമ്പോൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കുക. നമ്മൾ പറഞ്ഞു പോയാൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞതെങ്കിൽ നമ്മൾക്കതുകൊണ്ട് നഷ്ടമായിരിക്കും ഉണ്ടാകുക, നമ്മൾ തെറ്റാണ് ചെയ്യുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മൻ കസുറ കലാമുഹു കസുറ സഖതുഹു, ഒരുത്തൻ സംസാരം അവന് വർദ്ധിച്ചാൽ അവന് ഒരുപാട് തെറ്റുകൾ സംഭവിക്കും, വീഴ്ചകൾ സംഭവിക്കും. വമൻ കസുറ സഖതുഹു കസുറത് ദുനൂബുഹു, ഈ പറഞ്ഞതുപോലെ സംസാരത്തിൽ പലതും തെറ്റിയാൽ അവന് ഒരുപാട് തിന്മകൾ അവനിൽ വർദ്ധിക്കും. അപ്പോൾ കൂടുതൽ സംസാരിച്ചാൽ കൂടുതൽ സംസാരത്തിൽ തെറ്റും, അബദ്ധങ്ങൾ സംഭവിക്കും. കൂടുതൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ അവന് കൂടുതൽ തെറ്റുകൾ അവന് രേഖപ്പെടുത്തപ്പെടും. വമൻ കസുറത് ദുനൂബുഹു, അങ്ങനെ തെറ്റുകൾ കൂടിയാലോ കാനത്തിന്നാറു ഔലാ ബിഹി, അവന് ഏറ്റവും യോജിച്ച പിന്നെന്താകും? നരകമായിരിക്കുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സംസാരം കൂടിയാൽ, സംസാരം വർദ്ധിക്കുന്തോറും അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ തെറ്റുകൾ കൂടും, തെറ്റുകൾ കൂടിയാൽ പിന്നെ നമുക്ക് യോജിച്ചത് എന്തായിരിക്കും? നരകമായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് സംസാരിക്കുക, നമുക്ക് ഗുണമുള്ളത് സംസാരിക്കുക. എന്തും സംസാരിക്കാം എന്നുള്ളത്, നമ്മൾ നാവാണ്, എൻ്റെ നാവാണ് എന്ന് വിചാരിച്ച് അല്ലേ നമ്മൾ പറയുന്നത് രേഖപ്പെടുത്താൻ അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നമ്മൾ പറയുന്നത് ഓരോന്നും രേഖപ്പെടുത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു തആല മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് നന്മയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാകും, തിന്മയാണെങ്കിൽ നമ്മൾ നഷ്ടത്തിലായിരിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണെന്ത്? ഇതിലിപ്പോൾ ഇനി നാവ് കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ എന്ന് പറയുമ്പോൾ നാവ് കൊണ്ട് സംഭവിക്കാവുന്ന ഓരോ തിന്മകളും, ഗൗരവപ്പെട്ട ഒരുപാട് തിന്മകളുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാതെ സംസാരിക്കുക, അതേപോലെ തന്നെ കളവ് പറയുക, പരിഹസിക്കുക, അതേപോലെ തന്നെ ഗീബത്ത്, നമീമത്ത്, ഇങ്ങനെ നാവ് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് തിന്മകളുണ്ട്, വൻ പാപങ്ങൾ തന്നെ ഉണ്ട്. ഇതൊക്കെ ഓരോന്നോരോന്ന് വേറെ പഠിക്കേണ്ടതാണ്. മൊത്തത്തിൽ നാവ് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചിലതൊക്കെ നമ്മൾക്ക് ഇപ്പം ഗീബത്തിനെ കുറിച്ച് നമ്മളൊക്കെ ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞ് നിരന്തരം ഓർമ്മപ്പെടുത്തേണ്ട വിഷയമാണ്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന വൻപാപമായിരിക്കും. നമ്മൾ വൻപാപം ചെയ്യുന്നില്ലെന്നായിരിക്കും നമ്മളെക്കുറിച്ച് ഇങ്ങനെ മൊത്തത്തിൽ വിലയിരുത്തുന്നുണ്ടാകുക. വൻപാപം ചെയ്യില്ല, കള്ളുടിക്കല്ല, വിചരിക്കല്ല, ശരിയാണ്. പക്ഷെ നമ്മളൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ചില സലഫുകൾ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ദീനുള്ള ആളുകൾ ചെന്ന് ചാടാൻ സാധ്യതയുള്ള
വൻ പാപാണെന്ത്? ഗീബത്ത്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഒരാളിൽ ഉള്ള കാര്യം തന്നെ ദിക്റുക അഖാക ബിമാ യക്റഹ്, അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അയാളുടെ അസാന്നിധ്യത്തിൽ അയാളിൽ ഉള്ളത് പറയലാണ് ഗീബത്ത്. ഗീബത്ത് വൻഭാവമാണ് എന്നതിൽ തർക്കമില്ല എന്നുവരെ പണ്ഡിതന്മാർ വാർത്തിച്ചിട്ടുണ്ട്. ലാ ഖിലാഫ അന്നൽ ഗീബത മിനൽ കബായിർ. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്, ഗീബത്ത് വൻപാപമാണ് എന്നതിൽ തർക്കമില്ല. വൻപാപം ഒരുപക്ഷെ നമ്മൾ പലതും ഇന്നെല്ലാം ഒരുപാട് വൻപാപം ചെയ്തിട്ടുണ്ടാവും ഈ ബാബിൽ പറഞ്ഞ പോലെ. അപ്പോൾ ഇത് നമ്മൾക്കുണ്ടാക്കി വെക്കുന്ന നഷ്ടം എന്തല്ല, ചെറുതല്ല. കാരണം നമ്മൾ ഒരാളെക്കുറിച്ച് ഗീബത്ത് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു ഹറാമ് ചെയ്തു, അത് മറ്റുള്ളവരോട് ചെയ്യുന്ന ദുൽമാൻ. അപ്പോൾ നമ്മുടെ നന്മ അയാളിലേക്ക് പോകും. ഇനി നമുക്ക് കൊടുക്കാൻ നന്മയില്ലെങ്കിൽ അയാളുടെ തിന്മ ഇങ്ങോട്ട് വരും. ഇതൊക്കെ എന്താണ്? വളരെ ഗൗരവപ്പെട്ട ഗുരുതരമായ വിഷയമാണ്. ശിക്ഷ ഖബറിലുണ്ട്. കേട്ട ഹദീസായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാത്രിയിൽ മറർതു ബിഖൗമിൻ ലഹും അദ്ഫാറും മിൻ നുഹാസ്, ഒരു വിഭാഗം ആളുകളുടെ അടുത്തുകൂടെ കടന്നുപോയി. അവർക്ക് ചെമ്പിൻ്റെ ചില നഖങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. യഖ്മിശൂന വുജൂഹഹും വസുദൂറഹും, ആ നഖം വെച്ചിട്ട് അവരുടെ നെഞ്ചിൻ്റെ ഭാഗവും മുഖത്തിൻ്റെ ഭാഗവും ഒരു മാന്തി പൊളിക്കുന്നുണ്ട്. ഫഖുൽതു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ഇവരാരാണ് എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ കൊടുക്കുന്ന മറുപടി, ഹൗലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന ഫി ആറാദിഹിം, ആളുകളുടെ പച്ചമാംസം തിന്നിരുന്ന ആളുകളാണ്, മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറഞ്ഞിരുന്ന ആളുകളാണ്. വയഖഊന ഫി ആറാദിഹിം, മറ്റുള്ളവരുടെ അഭിമാനത്തിൽ ക്ഷതം വരുത്തിയിരുന്ന ആളുകളാണ്. അവർ ഈ നഖം വെച്ചിട്ട് മാന്തി പൊളിക്കാൻ അവരുടെ ശരീരം തന്നെ. ഇത് അവർക്ക് ഖബറിൽ കിട്ടുന്ന ശിക്ഷയാണ്. എന്തുകൊണ്ട്? ഈ പറഞ്ഞത് അവർ നാവ് ചെയ്തെടുത്ത തിന്മ കാരണത്താലാണ് അവർക്ക് ഖബറിൽ ശിക്ഷയുണ്ട്. ഇങ്ങനെയുള്ള ഗുരുതരമായ അവസ്ഥകൾ നേരിടേണ്ടി വരും നമ്മൾ നാവിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക. ഇനി ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ, നാവ് കൊണ്ട് ചെയ്യുന്ന തിന്മകളെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ ഓരോന്നും വളരെ ഗൗരവമുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ നിങ്ങളൊക്കെ ഈ പറയുന്നത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ആൾ ഞാനാണ്. നമ്മളൊക്കെ നമ്മളെക്കുറിച്ച് ശരിക്കും ആത്മപരിശോധന നടത്തുക. നമ്മുടെ നാവ് എങ്ങനെയാണ്? അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണോ? അള്ളാഹു വിലക്കിയത് കളവ്, സുബ്ഹാനല്ലാഹ്, കളവ് ഏറ്റവും ഗൗരവമുള്ളതാണ്. കളവ് പറയുന്ന സ്വഭാവം നമ്മളിലുണ്ടോ? കളവ് വളരെ ഗൗരവമുള്ളതാണ്. നുണ പറയുന്ന നാവ്, അതിൽ യാതൊരു ഖൈറുമില്ല. ചില സലഫുകൾ പറഞ്ഞതുപോലെ, ഖസ്ലതാനി യുത്ബഉ അലൈഹിമൽ മുഅ്മിൻ, രണ്ട് സ്വഭാവം, ലാ യുത്ബഉ അലൈഹിമൽ മുഅ്മിൻ, ആ രണ്ട് സ്വഭാവം വിശ്വാസിക്ക് ഉണ്ടാവില്ല. വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. ഒന്ന് അൽ കദീബ്, ഒന്ന് കളവാണ്. മറ്റൊന്ന് വൽ ഖിയാന, മറ്റൊന്ന് ചതിയൻ. ചതിയും കളവും വിശ്വാസിക്ക് യോജിച്ചതേ അല്ല. മറ്റു പല തിന്മകളും ചിലപ്പോൾ വിശ്വാസികൾ ചെയ്തെന്ന് വരാം. കളവ് പറയാൻ, മറ്റുള്ളവരെ ചതിക്കുക, ഇത് വിശ്വാസിക്ക് ഒരു ഘട്ടത്തിലും എന്തില്ല, യോജിച്ചതല്ല. പിന്നെ കളവ് അനുവദനീയമാകുന്ന 2-3 സന്ദർഭങ്ങളുണ്ട്. അത് വേറെ മനസ്സിലാക്കി വെച്ചാൽ മതി. അത് നമ്മളെ ബാധിക്കുന്ന, നമ്മളെ നേർക്കുന്നേരം നമ്മൾ ആ കളവല്ലാത്ത ബാക്കി കളവൊക്കെ പറയില്ല. അത് അവിടെ ചിലപ്പോൾ കളവ് പറയില്ല. അത് അനുവദിച്ചതാണ്. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അവർക്ക് ഇണക്കമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതാണ്. യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ 2 ആളുകളെ മസ്ലഹത്താക്കുന്നതിൻ്റെ ഭാഗമായി. ഇത് ഈ കളവിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഇപ്പോൾ നോക്ക്, ഇപ്പോൾ യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതിന് മുസ്ലിങ്ങൾക്ക് ഖൈറുണ്ടാകും. 2 ആളുകൾ തെറ്റി നിൽക്കുമ്പോൾ കളവ് പറഞ്ഞിട്ട് അവർ ഒന്നിപ്പിക്കുന്നു. കളവ് പറഞ്ഞിട്ട് ഒന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളോട് പോയിട്ട് പറയാം, ഇയാൾക്ക് നിന്നോട് എന്ത് ചെയ്യുന്നുണ്ട്, ഇണങ്ങാൻ താല്പര്യമുണ്ട്, അവൻ പറഞ്ഞു. ഇയാൾ പറഞ്ഞിട്ടുണ്ടാവില്ല. മറ്റൊരാളോട് പോയിട്ട് പറഞ്ഞു, അയാൾക്ക് എന്നോട് മിണ്ടണം നല്ല താല്പര്യമുണ്ട്. അത് ഇണക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തതാണ്, ആ ഒരു ഐക്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതാണ്. അതിൻ്റെ റിസൾട്ട് എന്താണ്? അവർ ഇണങ്ങുക എന്നുള്ളതാണ്. ഭാര്യമാർ തമ്മിലാണെങ്കിലോ അപ്പോൾ അവർ സംസാരത്തിൽ ചില കാര്യങ്ങൾ അവിടെയും അതിൻ്റെ അവസാനം എന്തായിരിക്കും? ഇണക്കായിരിക്കും. ചില കാര്യങ്ങളിപ്പം നേർക്ക് നേരെ പറഞ്ഞാൽ വിഷമമുണ്ടാവും. കുറച്ച് അവരുണ്ടാക്കിയ ഭക്ഷണം ചിലപ്പോൾ ഒന്നും തിന്നാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഉഷാറായിക്കണമെന്ന് പറഞ്ഞാൽ എന്തായി? അവർക്ക് സന്തോഷമായി. സംഭവം ഉഷാറായിട്ടുണ്ടാവില്ല, നമുക്ക് നാവിന് വായക്ക് വെക്കാൻ പറ്റാത്തതായിരിക്കും. പക്ഷേ നമ്മളെന്ത് ചെയ്തു? അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നല്ല ഉഷാറായിക്കണമെന്ന് പറഞ്ഞാൽ അത് അസുലൻ്റെ ഒരു കളവ് തന്നെയാണ്. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? അവർ തമ്മിൽ അതല്ലാത്ത വേറെ ഉദാഹരണങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഇത് അനുവദിച്ചതാണ്. ബാക്കിയുള്ള ഒരു ഘട്ടത്തിലും എന്തില്ല? കളവ് പറയൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അപ്പോൾ കളവ് പറയുക എന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസിക്ക് യോജിച്ചതല്ല. അത് നാവ് കൊണ്ട് സംഭവിക്കുന്ന ഗുരുതരമായ തിന്മയാണ്. ഇതുപോലെയുള്ള തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. നാവ് അതീവ സൂക്ഷ്മതയോടുകൂടി മാത്രം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാവ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നാവ് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നാവ് എന്ന് പറഞ്ഞാൽ ഖൈറിന് വേണ്ടി ഉപയോഗിച്ചാൽ അത് നാളെ നമ്മൾക്ക് സ്വർഗം കിട്ടാൻ കാരണമാകണം. ഇത് ഷർറിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ നരകത്തിലേക്ക് ചെന്ന് ചാടാനും അത് കാരണമാണ്. നാവിനെ സൂക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മളുടെ നാവിലൂടെ സംഭവിച്ച ഒരുപാട് തെറ്റുകളുണ്ടാകും. അള്ളാഹു പുറത്തു നൽകി മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാവ് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അവരത് അറിഞ്ഞ കേസാണെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞ് മാപ്പ് ചോദിക്കുക. അവരറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. നമ്മൾ ആരെക്കുറിച്ചാണോ മോശം പറഞ്ഞ് അവരെക്കുറിച്ച് പിന്നീട് നല്ലത് പറയാൻ പരിശ്രമിക്കുക. അള്ളാഹു തആല നമ്മെല്ലാവരെയും അൽ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.